ഓൾ ഓഫ് യു ഗുഡ് ഈവനിങ്. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് മൂവിങ് ഫോർവേഡ് ഫ്രം ദി സ്റ്റോൺ ഏജ്, 9ാം ക്ലാസ്സിലെ സോഷ്യൽ സയൻസിൻ്റെ ആദ്യ ചാപ്റ്ററാണ് അല്ലേ. അപ്പോൾ അതിൻ്റെ കുറച്ച് പോർഷൻസ് നമ്മൾ ഇന്നലെ ചർച്ച ചെയ്തു. എന്തൊക്കെയാണ് നമ്മൾ പഠിച്ചത്? ഇന്നലെ പഠിച്ചെന്തൊക്കെയാണ്? സ്റ്റോൺ ഏജിനെ കുറിച്ച് പഠിച്ചു. അതിൽ തന്നെ പാലിയോലിത്തിക് ഏജിൻ്റെ പ്രത്യേകതകൾ പഠിച്ചു. അതിൻ്റെ ബാലൻസാണ് ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത്. പേജ് നമ്പർ 10. പേജ് നമ്പർ 10ൽ എന്താണ് കോർ, എന്താണ് ഫ്ലേക്സ് നമ്മൾ പഠിച്ചു. അതേ പിക്ചറിൽ തന്നെ ഏറ്റവും ലാസ്റ്റായിട്ട് 3 ചെറിയ പിക്ചർ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ നോക്കിക്കേ, എന്തെങ്കിലുമൊക്കെ വെപ്പൺസ് നമുക്ക് പരിചയമുള്ള ടൂൾസ് ഉണ്ടോ എന്ന് നോക്കിക്കേ. നമുക്ക് ആരോസ് പോലെ തോന്നുന്ന ഒരു ടൂൾസ് നമ്മൾ കാണുന്നുണ്ട് അല്ലേ. ഇപ്പോഴത്തെ വാക്കത്തിയുടെ ഒരു ഷേപ്പ് വരുന്ന ഒരു ആയുധം നമ്മളവിടെ കാണുന്നുണ്ട്. പിന്നെ ഒരു നീഡിൽസ് പോലെയുള്ളത് നമ്മൾ കണ്ടു. ഇതെല്ലാം പ്രാചീന കാലഘട്ടത്തിൽ അന്നത്തെ ആദിമ മനുഷ്യർ ഉപയോഗിച്ചിരുന്ന വെപ്പൺസാണ്. ഓക്കെ, ഇനി പേജ് നമ്പർ 11ലേക്ക് പോവുക. കണ്ടക്ട് എ ഡിസ്കഷൻ ഓൺ ദി ടോപ്പിക് ടൂൾ മേക്കിംഗ് ആൻഡ് ടെക്നോളജിക്കൽ ഡെവലപ്മെൻറ്റ് ഡ്യൂറിങ് ദി പാലിയോലിത്തിക് പീരീഡ്. പ്രാചീന ശിലായുഗത്തിലെ ഉപകരണങ്ങളുടെ നിർമ്മാണവും സാങ്കേതിക വളർച്ചയും എന്ന വിഷയത്തിൽ ഒരു ചർച്ച സംഘടിപ്പിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. നിങ്ങൾ ഇതുപോലെ ചെറിയ കോളത്തിൽ കാണുന്ന ഈ ചോദ്യങ്ങൾ നിങ്ങൾ അവഗണിക്കരുത്. കാരണം നിങ്ങൾ ക്ലാസ്സുകളിൽ ഇങ്ങനെ ഇരുന്ന് ചർച്ച ചെയ്താൽ മാത്രമേ ഈ ടോപ്പിക്സൊക്കെ നിങ്ങളുടെ മനസ്സിൽ നിൽക്കുകയുള്ളൂ. അതുപോലെ തന്നെ ഈ താഴത്തെ ഒത്തിരി ചിത്രങ്ങൾ തന്നിട്ടുണ്ട്. അപ്പോൾ അതനുസരിച്ചിട്ടുള്ള വെപ്പൺസ് എന്തൊക്കെയാണ് ഉപയോഗിച്ചിരിക്കുന്നത്, ആർട്ട് എന്തൊക്കെയാണ് നിങ്ങൾ പഠിച്ച് വെക്കുക. അതൊരു ചാർട്ടിൽ തയ്യാറാക്കി ക്ലാസ് റൂമിൽ തൂക്കിയിടുക, വീട്ടിൽ തൂക്കിയിടുക. അങ്ങനെയൊക്കെയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് പേര് ഓർത്തെടുക്കാനായിട്ട് പറ്റും. നിങ്ങൾ ആ പിക്ചറിലേക്കൊന്ന് നോക്കിക്കേ. ഷോവേ, ഫ്രാൻസ്. ആദ്യത്തെ ഒരു മൃഗത്തിൻ്റെ പടമാണ് അല്ലേ. അപ്പോൾ മൃഗത്തിൻ്റെ പടം ഗുഹയിൽ കോറ് വരച്ചിട്ടിരിക്കുന്നതായിട്ടാണ് നമുക്ക് മനസ്സിലായത്. അപ്പോൾ ഷോവേ, ഫ്രാൻസ്. രണ്ടാമത്തത് ലാസ്കോ, ഫ്രാൻസ്. മൂന്നാമത്തത് ഐവറി സ്കൾപ്ചർ, സെറയക്, റഷ്യ. അതായത് ആനക്കൊമ്പിൽ നിർമ്മിച്ചൊരു ശില്പമാണ്. എവിടെ നിന്നാണ്? സറയക്, റഷ്യയിലെ സറയക്കിൽ. ദെൻ കുസാക്, ഫ്രാൻസ്. കർവ്ഡ് ഫിഗേഴ്സ് ഇൻ കുസാക്, ഫ്രാൻസ്. അടുത്തത് കാർവിംഗ് ഓൺ ബോൺസ് ഫൗണ്ട് ഇൻ ലാ ഗർമ കേവ്, സ്പെയിനിലാണ് ഉള്ളത്. ഇനി താഴെ നോക്കുക. ദ പിക്ചേഴ്സ് ഗിവൺ എബവ് ആർ ദ ആർട്ടിസ്റ്റിക് ക്രിയേഷൻ ഓഫ് പ്രിമിറ്റീവ് ഹ്യൂമൻസ്. പ്രാചീന മനുഷ്യരുടെ കലാസൃഷ്ടികളെയാണ് നമ്മൾ ഈ ചിത്രങ്ങളിലൂടെ കാണുന്നത്. നിങ്ങൾ തന്നെ ഈ ചിത്രത്തിലേക്ക് സിമ്പിളായിട്ട് നിങ്ങൾക്ക് എന്ത് മനസ്സിലാവും? ആദ്യത്തെ ഒരു മൃഗമാണ് വരച്ചു വെച്ചതെന്ന് മനസ്സിലായി. രണ്ടാമത്തെ 2 മൃഗങ്ങൾ തന്നെയാണ് വരച്ചിരിക്കുന്നത്. പക്ഷെ നല്ല ഭംഗിയായിട്ട് കോറിയിട്ടിരിക്കുകയാണ് അല്ലേ. വാട്ട് ഡു യു അണ്ടർസ്റ്റാൻഡ് ഫ്രം ദീസ് പിക്ചേഴ്സ്? ഇറ്റ്സ് ക്ലിയർ ഫ്രം the pictures that various communication techniques such as simple flowing lines, carved images and sculptures were employed during the late Paleolithic period. നോക്കൂ, it is clear from the pictures that the various communication techniques, അതായത് ഈ പിക്ചറിലേക്ക് നോക്കുമ്പോൾ തന്നെ മനസ്സിലാക്കാൻ പറ്റും ആശയവിനിമയത്തിന് ഉപയോഗിച്ചിരുന്ന അല്ലേ, ആശയവിനിമയമൊക്കെ ഉപയോഗിച്ചിരുന്നതാണെന്ന് മനസ്സിലായി. ദെൻ അതിന് എന്തൊക്കെയാണ് ഉപയോഗിച്ചിരുന്നത്? സച്ച് എ സിമ്പിൾ ഫ്ലോവിങ് ലൈൻസ്. അതായത് എന്താ സിമ്പിൾ ഫ്ലോവിങ് ലൈൻസ് എന്ന് പറഞ്ഞാൽ ലളിതമായി ഒഴുക്കൻ വരകളിലൂടെ വരച്ചിട്ടുള്ളതാ. ദെൻ കാർവ്ഡ് ഇമേജസ്, അതായത് ഈ ഗുഹകളിലൊക്കെ കോറി വരയ്ക്കില്ലേ, അതുപോലെ കോറിയിട്ട ചിത്രങ്ങൾ. ദെൻ സ്കൾപ്ചേഴ്സ് എന്ന് പറഞ്ഞാൽ അതിനാണ് കൂടുതൽ ടൈം വേണ്ടത് അല്ലേ. നന്നായിട്ട് കൊത്തിയെടുത്ത ശില്പങ്ങളെയാണ് നമ്മൾ സ്കൾപ്ചേഴ്സ് എന്ന് പറയുന്നത്. ദ വെയർ എംപ്ലോയ്ഡ് ഡ്യൂറിങ് ദ ലേറ്റ് പാലിയോലിത്തിക് പീരീഡ്. അതായത് ലളിതമായ ഒഴുക്കൻ വരകളിലൂടെയും കോറിയിട്ട ചിത്രങ്ങളിലൂടെയും ശില്പങ്ങളിലൂടെയും ഇതിലൂടെയൊക്കെ ഈ വിവിധ മാർഗങ്ങളിൽ പ്രാചീന ശിലായുഗത്തിൻ്റെ അവസാന ഘട്ടത്തിൽ ആളുകൾ ആശയവിനിമയത്തിന് ഉപയോഗിച്ചിരുന്നു എന്ന്
മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നുണ്ട്. അപ്പോൾ കമ്മ്യൂണിക്കേഷന് വേണ്ടിയാണ് അവരെന്ത് ഉപയോഗിച്ചത്? ഈ കാർവിങ്സ്, അതുപോലെ ഈ സ്കൾപ്ചേഴ്സ്, ബ്യൂട്ടിഫുൾ ഇമേജസിലൂടെ നമുക്ക് അവരുടെ ഒരു ആർട്ടിലുള്ള കഴിവ് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിച്ചു. Archaeologists are of the opinion that the depiction of animals, ആർക്കിയോളജിസ്റ്റിൻ്റെ അഭിപ്രായത്തിൽ ഒന്നാമത്തെ ചിത്രത്തിൻ്റെ പ്രത്യേകത എന്താണെന്ന് നോക്കി, മൃഗങ്ങളുടെ ചിത്രീകരണമാണ് അതിനകത്ത് കാണിച്ചിരിക്കുന്നത്. ഏതൊക്കെ ഗുഹയിലാണ്? ഷോവേ, ലാസ്കോ ഗുഹകൾ. എവിടെയാണ്? ഫ്രാൻസ്. അപ്പോൾ ഷോവേ ഗുഹയിലും ലാസ്കോ ഗുഹയിലും എവിടെയുള്ള? ഫ്രാൻസിലുള്ള ഈ 2 ഗുഹകളിലും പ്രധാനമായിട്ട് എന്താ കാണിച്ചിരിക്കുന്നത്? മൃഗങ്ങളുടെ ചിത്രീകരണമാണ്. രണ്ടാമത്തെ പിക്ചറിലേക്ക് നോക്കൂ. ദ കാർഡ് ഫിഗർ ഓഫ് ആൻ ആനിമൽ ആൻഡ് എ വുമൺ. ഒരു സ്ത്രീയുടെയും അതുപോലെ തൊട്ടടുത്ത് ഒരു ആനിമലിൻ്റെയും പിക്ചർ കാർവ് ചെയ്തിട്ടുണ്ട്. അതെവിടെയാണ്? കുസാക് കേട്ടോ, ഫ്രാൻസിലെ കുസാക് ഗുഹയിലാണ് ഇത് കാണിച്ചിട്ടുള്ളത്. ആൻഡ് ദ വീനസ് ഫിഗർ ഇൻ സെറേക്ക്, റഷ്യയിലെ സെറേക്കിൽ ആനക്കൊമ്പിൽ നിർമ്മിച്ച ശില്പവും നമ്മൾ കണ്ടു. ദീസ് ആർ റിലേറ്റഡ് ടു റിച്വൽസ് ഓർ ബിലീവ്സ്. ഇതെന്തുമായിട്ട് ബന്ധമുണ്ടെന്ന് മനസ്സിലായി? ആദിമകാലത്തെ അനുഷ്ഠാനമായിട്ടോ അല്ലെങ്കിൽ അതിൻ്റെ വിശ്വാസവുമായിട്ടോ ഒക്കെ ബന്ധമുള്ളതായിരിക്കാമെന്ന് പുരാവസ്തു ഗവേഷകർ അഭിപ്രായപ്പെടുന്നുണ്ട്. ഇതിൽ പ്രധാനപ്പെട്ടായിട്ട് മനസ്സിലാക്കേണ്ടത്, നമുക്ക് ഒരു മാച്ച് ദി ഫോളോവിങ് തന്നു കഴിഞ്ഞാൽ ഷോവേ, ലാസ്കോ എന്ന് പറയുന്നത് എവിടെയാണ് കാർവിങ്സ് കാണുന്നത്? ഫ്രാൻസിലാണെന്ന് മനസ്സിലാക്കുക. സെറേക്ക് എന്ന് പറയുന്നത് റഷ്യയിലാണെന്ന് മനസ്സിലാക്കുക. കുസാക് ഫ്രാൻസിലാണ്. ദെൻ സ്പെയിനിലേതാണ്? ലാ ഗർമ. അപ്പോൾ അതൊരു കോളത്തിലാക്കി നിങ്ങൾ പഠിക്കാനായിട്ട് ഇരിക്കുക. ഇനി ദ കാർവിങ്സ് ഓൺ ബോൺ ഫൗണ്ട് ഇൻ ലാ ഗർമ കേവ് ഇൻ സ്പെയിൻ ആർ എവിഡൻസസ് ഓഫ് ഹ്യൂമൻ ആർട്ടിസ്റ്റിക് സ്കിൽസ് ഓഫ് ദാറ്റ് ടൈം. അതായത് സ്പെയിനിലെ ലാ ഗർമ ഗുഹയിൽ നിന്ന് കണ്ടെത്തിയ അസ്ഥികളിലെ കൊത്തുപണികൾ അക്കാലത്തെ മനുഷ്യരുടെ കലാവൈദഗ്ധ്യത്തിന് തെളിവാണ്. അതായത് നല്ല കലയും കഴിവുള്ള ആളുകൾ അന്നും ഉണ്ടായിരുന്നു. പുരാതന മനുഷ്യരാണെങ്കിൽ പോലും അവരിൽ എന്തുണ്ടായിരുന്നു? കഴിവുകൾ ഉണ്ടായിരുന്നു. അപ്പോൾ ഈ പേജിൽ വേറൊന്നും പഠിക്കാനില്ല, നമ്മൾ മാച്ച് ദി ഫോളോവിങ് ആയിട്ട് പഠിക്കുക. നെക്സ്റ്റ് പേജ് എടുക്കുക, പേജ് നമ്പർ 12. വേരിയസ് കളേഴ്സ് വെർ യൂസ്ഡ് ടു ഡ്രോ ദ കേവ് പെയിൻറ്റിങ്സ്. അപ്പോൾ ഈ കേവ് പെയിൻറ്റിങ്സിന് മറ്റെന്തെങ്കിലും പ്രത്യേകതകളുണ്ടോ? ഗുഹാചിത്രങ്ങൾ വരയ്ക്കുന്നതിന് വിവിധ തരങ്ങൾ നിറങ്ങൾ ഉപയോഗിച്ചിരുന്നു. അപ്പം നിറങ്ങൾ എന്ന് പറയുമ്പോൾ ഇന്നത്തെ അത്രയും നിറങ്ങൾ അന്നും ഉണ്ടായിരുന്നില്ല. പ്രകൃതിയിൽ നിന്ന് നേരിട്ട് എടുക്കുന്ന നിറങ്ങളായിരുന്നു. പച്ച നിറത്തിനാണെങ്കിൽ എന്ത്? പച്ചിലകളുടെ കൂട്ട്. മനസ്സിലായോ? അപ്പോൾ ഒന്ന് നോക്കിക്കേ. ദീസ് കളേഴ്സ് വെയർ മേഡ് ബൈ grinding plants, tree bark and fruits and mixing with red stone powder. അപ്പോൾ എവിടെ നിന്നാണ് അവർ നിറക്കൂട്ടുകൾ അവർക്ക് കിട്ടിയിരുന്നത്? നോക്കിക്കേ, ചെടികളിൽ നിന്ന്, മരത്തിൻ്റെ തോലിൽ നിന്ന്, കായ്കളിൽ നിന്ന്, ഇവയെല്ലാം അരച്ച് ചെങ്കൽ പൊടി ചേർത്താണ്, ചെങ്കൽ പൊടി ചേർത്താണ് നിറങ്ങൾ ഉണ്ടാക്കിയിരിക്കുന്നത്. അടുത്തത് നോക്കുക. സച്ച് പിക്ചേഴ്സ് വെയർ ഡ്രോൺ ഓൺ ദി ഇന്നർ വാൾസ് ഓഫ് ദി കേവ് വെയർ സൺലൈറ്റ് കുഡ് നോട്ട് റീച്ച്. ഇനി സൂര്യപ്രകാശം എത്താൻ കഴിയാത്ത ഭാഗങ്ങളുണ്ട്. അതായത് ഗുഹയുടെ ഉൾഭിത്തിയിലൊന്നും എന്ത് ചെയ്യില്ല, സൂര്യപ്രകാശം എത്തില്ല. അപ്പോൾ അങ്ങനെയുള്ള സ്ഥലത്താണ് ഈ നിറക്കൂട്ടുകൾ ചേർത്ത് കൂടുതലും ചിത്രങ്ങൾ വരച്ചിരിക്കുന്നത്. നമുക്കറിയാം, പല സിനിമകളും നമ്മൾ കാണുമ്പോഴേക്കും ഗുഹയുടെ സ്റ്റാർട്ടിങ് പോയിന്റിലൊക്കെ നല്ല സൂര്യപ്രകാശം ഉണ്ട്. അകത്തേക്ക് അവർക്ക് ടോർച്ചോ അല്ലെങ്കിൽ എന്തെങ്കിലും റാന്തൽ വിളക്കിൻ്റെ സഹായമോ ഒക്കെ ആവശ്യമാണെന്ന് മനസ്സിലായി. അപ്പോൾ അകത്തേക്ക് സൂര്യപ്രകാശം തട്ടാത്തതുകൊണ്ട് തന്നെ ഈ നാച്ചുറൽ കളേഴ്സ് ഉപയോഗിച്ച് അവർ പിക്ചേഴ്സിന് പെയിൻറ്റിങ് ചെയ്തിരുന്നു. നോക്കുക. These stone carvings were made using stone needles and sharp-edged weapons. പിന്നെ നമുക്കുള്ള സംശയം,
ഒരു കല്ലിൽ ഇത്രമാത്രം ഭംഗിയോടെ കോറിയിടാൻ പറ്റുമോ ചിത്രങ്ങൾ? കൈവച്ച് എന്തായാലും നമ്മുടെ സോഫ്റ്റ് ഹാൻഡ് വെച്ച് അത് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ സോഫ്റ്റ് ഹാൻഡിൽ നമുക്കതിനൊരു ടൂൾ ആവശ്യമാണ് അല്ലേ? എന്താണ് അവർ ഉപയോഗിച്ചെന്നാണ് പറഞ്ഞിരിക്കുന്നത്? അവർ ഷാർപ്പ് എഡ്ജഡ് ആയിട്ടുള്ള വെപ്പൺസാണ് ഉപയോഗിച്ചിരുന്നത്. അപ്പോൾ സ്റ്റോൺ നീഡിൽസൊക്കെ ഷാർപ്പ് എഡ്ജഡ് ആയിട്ടുള്ള വെപ്പൺസ് അല്ലേ? നോക്കിക്കേ, കൽസൂചികളും മുനയുള്ള ആയുധങ്ങളും ഉപയോഗിച്ചാണ് ഇതുപോലെ ഗുഹകളിൽ അവർ ചിത്രങ്ങൾ വരച്ചിരുന്നത്. Such pictures and sculptures are considered to be the evidence of the intellectual and technical skill attained by primitive humans. പ്രാചീന മനുഷ്യർ ആർജിച്ച വൈജ്ഞാനിക വികാസം, ബുദ്ധിവികാസം, അവരുടെ വൈജ്ഞാനിക വികാസം, അറിവിൻ്റെ വികാസവും സാങ്കേതിക വൈദഗ്ധ്യത്തിൻ്റെ തെളിവാണ് ഇത്തരം ചിത്രങ്ങളും ശില്പങ്ങളും കണക്കാക്കുന്നത്. അതായത് അവർക്ക് ചിന്തിക്കാൻ കഴിവുണ്ടായിരുന്നുകൊണ്ടാണ് ഗുഹകളിൽ അവർ കോറിയിടാൻ തുടങ്ങിയത് അല്ലേ? അല്ലെങ്കിൽ പെട്ടെന്ന് ഇതുപോലെ പാറക്കല്ല് പോലെയുള്ള ഗുഹകളിൽ ഒരു ചിത്രം വരയ്ക്കാൻ പറ്റും എന്നവർക്ക് മനസ്സിലാക്കാനും അതിനവർ ഷാർപ്പായിട്ടുള്ള ടൂൾസ് ഉപയോഗിച്ചു എന്നുള്ളതും അക്കാലത്തെ അറിവ് വെച്ച് വളരെ വലിയ കാര്യം തന്നെയാണ് കേട്ടോ. ഇനി അടുത്ത് നോക്കുക. ലെറ്റ്സ് സീ what information could be gathered on human life from the tools and art of the Paleolithic age. പ്രാചീന ശിലായുഗ കാലത്തെ ഉപകരണങ്ങൾ, കലകൾ എന്നിവയിൽ നിന്നും മനുഷ്യരുടെ ജീവിതത്തെക്കുറിച്ചുള്ള എന്തെല്ലാം വിവരങ്ങളാണ് നമുക്ക് ലഭിക്കുന്നതെന്ന് നോക്കാം. ഫസ്റ്റ് വൺ ഈസ് യൂസ്ഡ് റഫ് സ്റ്റോൺ ടൂൾസ്. ഫസ്റ്റ് പരുക്കൻ കല്ലുകൾ ഉപയോഗിച്ചിരുന്നു അല്ലേ? രണ്ടാമത്തത് lived in caves and open spaces. അവർ വീടൊക്കെ കെട്ടി, കുടിലൊക്കെ കെട്ടിയാണ് അവർ താമസിച്ചിരുന്നത് അല്ല. അവർ കേവ്സിൽ, ഗുഹകളിലും പിന്നെയോ ഓപ്പൺ സ്പേസസ്, തുറസായ സ്ഥലങ്ങളിലുമാണ് അവർ ജീവിച്ചിരുന്നത്. തേർഡ്, ഹണ്ടിങ് ആൻഡ് ഗ്യാതറിങ് വെയർ ദ മീൻസ് ഓഫ് ലൈവ്ലിഹുഡ്. അതായത് അവരുടെ ഉപജീവന മാർഗങ്ങൾ എന്തൊക്കെയായിരുന്നു? ഹണ്ടിങ്, വേട്ടയാടലും, ദെൻ ഗ്യാതറിങ്, ശേഖരണങ്ങൾ, കളക്ട് ചെയ്യുക, ഫുഡ്. ബാൻഡ്സ് വെയർ ദ ബേസിക് യൂണിറ്റ് ഓഫ് സൊസൈറ്റി. എന്താണ് ബാൻഡുകൾ? ബാൻഡാവുക പറ്റമായിട്ട് അല്ലേ? സമൂഹത്തിൻ്റെ ഒരടിസ്ഥാന ഘടകം എന്ന് പറയുന്നത് ഒരു ബാൻഡായിട്ട് ജീവിക്കുക. അത് ചെറിയ ചെറിയ സമൂഹങ്ങളായിട്ട് യോജിച്ച് ജീവിക്കുക. മെൻ വെയർ എൻഗേജ് ഇൻ ഹണ്ടിങ് ആൻഡ് വുമൺ ഇൻ ഗ്യാതറിങ്. നോക്കിക്കേ, പുരുഷന്മാർ കൂടുതലായിട്ടും വേട്ടയാടലാണ് ചെയ്തുകൊണ്ടിരുന്നത്. സ്ത്രീകൾ ശേഖരണം, കളക്റ്റിംഗ് ആണ് അല്ലെങ്കിൽ ഗ്യാതറിങ് ആണ് ചെയ്തുകൊണ്ടിരുന്നത്. ദെൻ ഫുഡ് വാസ് നോട്ട് സ്റ്റോർഡ്. അതായത് ഭക്ഷണം അവർ നാളേക്ക് വേണ്ടി ഇങ്ങനെ സംഭരിച്ച് വെച്ചിരുന്നോ? ഇല്ല. അപ്പോൾ ലഭിക്കുന്ന ഭക്ഷണം അപ്പോൾ തന്നെ ഷെയർ ചെയ്ത് കഴിച്ചിരുന്നു. അതാണ് ഭക്ഷണം സംഭരിച്ച് വെച്ചിരുന്നില്ല. അടുത്തത് നൊമാഡിക് ലൈഫ് പ്രിവെയിൽഡ്. നൊമാഡിക് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ അലഞ്ഞു തിരിഞ്ഞ് ജീവിക്കുക, ഒരു നാടോടി ജീവിതമാണ് അവർ ജീവിച്ചിരുന്നത്. അപ്പോൾ പാലിയോലിത്തിക് ഏജിൻ്റെ പ്രധാനമായിട്ടുള്ള കുറച്ച് ഫീച്ചേഴ്സാണ് താഴെ തന്നിരിക്കുന്നത്. ഫസ്റ്റ് വൺ ഈസ് യൂസ്ഡ് റഫ് സ്റ്റോൺ, പരുക്കൻ കല്ലുകൾ ഉപയോഗിച്ചിരുന്നു. ലിവ് ഇൻ കേവ്സ് ആൻഡ് ഓപ്പൺ സ്പേസസ്, ഗുഹയിലും അതുപോലെ തന്നെ തുറസായ സ്ഥലങ്ങളിലുമാണ് അവർ ജീവിച്ചിരുന്നത്. ദെൻ ഹണ്ടിങ് ആൻഡ് ഗ്യാതറിങ് വെയർ ദ മീൻസ് ഓഫ് ലൈവ്ലിഹുഡ്, വേട്ടയാടലും ശേഖരണവുമാണ് പ്രധാനപ്പെട്ട ഉപജീവന മാർഗങ്ങൾ. ദെൻ ബാൻഡ്സ് വെയർ ദ ബേസിക് യൂണിറ്റ് ഓഫ് സൊസൈറ്റി. ഇതൊരു വൺ വേർഡ് ആയിട്ട് ചോദിച്ചാലും എഴുതണം. ആ പാലിയോലിത്തിക് ഏജിലെ ഒരു ബേസിക് യൂണിറ്റ് ഓഫ് സൊസൈറ്റി എന്ന് പറയുന്ന ബാൻഡ്സ് ആയിരുന്നു. ബാൻഡുകൾ, പറ്റങ്ങൾ, ഒരുമിച്ച് ജീവിക്കുക, കൂട്ടായി ജീവിക്കുക. ദെൻ മെൻ വെയർ എൻഗേജ് ഇൻ ഹണ്ടിങ്, പുരുഷന്മാർ വേട്ടയാടലും, വുമൺ ഇൻ ഗ്യാതറിങ്, സ്ത്രീകൾ ശേഖരണത്തിലും ഏർപ്പെട്ടിരുന്നു. ദെൻ ഫുഡ് വാസ് നോട്ട് സ്റ്റോർഡ്, ഫുഡൊന്നും സംഭരിച്ചു വെച്ചിരുന്നില്ല, അപ്പോൾ തന്നെ കഴിച്ചിരുന്നു. ലഭിക്കുന്ന ഫുഡ് അപ്പോഴേ കഴിക്കുകയാണ്. ദ നൊമാഡിക് ലൈഫ് പ്രിവെയിൽഡ്. നൊമാഡിക്, നാടോടികളുടെ ജീവിതം, അലഞ്ഞു തിരിഞ്ഞ് നടക്കുന്ന ജീവിതം. ഓക്കെ, ഇനി എന്താണ് മക്കളെ ബാൻഡ്സ്? നോക്കിക്കേ, ബാൻഡ്സ് ആർ
സ്മോൾ ഗ്രൂപ്പ്സ് ഓഫ് ഫ്യൂവർ ദാൻ 100 മെമ്പേഴ്സ്, ഏകദേശം 100-ൽ താഴെ അംഗങ്ങൾ ഉൾപ്പെടുന്ന ചെറിയ സമൂഹത്തെയാണ് എന്ത് വിളിക്കുന്നത്? ബാൻഡുകൾ അഥവാ പറ്റങ്ങൾ എന്ന് വിളിക്കുന്നത്. മെമ്പേഴ്സ് വെയർ ബോൺ ബൈ ബ്ലഡ് റിലേഷൻ. എന്താണ് ഈ ഗ്രൂപ്പിൻ്റെ ഒരു പ്രത്യേകത? അതായത് ഈ രക്തബന്ധമുള്ള ആളുകളായിരിക്കും കൂടുതൽ, അല്ലേ? അപ്പോൾ രക്തബന്ധമുള്ള ആളുകൾ തമ്മിൽ പരസ്പരം ബന്ധിപ്പിച്ചിരിക്കുന്ന ആ ഒരു കൂട്ടത്തെ, പറ്റത്തെയാണ് നമ്മൾ ബാൻഡ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് പേജ് എടുക്കുക. നിങ്ങൾ ഒരു മാപ്പ് കാണുന്നുണ്ട്, അല്ലേ? ആ വേൾഡ് മാപ്പിലേക്ക് നോക്കിക്കഴിയുമ്പോൾ അവിടെ ഷോവേ, ലാസ്കോ ഫ്രാൻസ്, അതുപോലെ തന്നെ സറേസ് റഷ്യ, അതുപോലെ തന്നെ കുസാക് ഫ്രാൻസ്, സ്പെയിനിലെ ലാഗാർമ ഗുഹകളൊക്കെ കണ്ടിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെയൊക്കെ ലോകഭൂപടത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന പ്രാചീന ശിലായുഗ കേന്ദ്രങ്ങളുടെ സവിശേഷതകൾ രേഖപ്പെടുത്താനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമ്മൾ പ്രാചീന ശിലായുഗം അഥവാ പാലിയോലിത്തിക് ഏജ് പഠിച്ചു കഴിഞ്ഞു. ഇനി അടുത്തതാണ് മെസോലിത്തിക് ഏജ് അഥവാ മധ്യശിലായുഗം. ദ മെസോലിത്തിക് ഈസ് ദ ഏജ് ഓഫ് ട്രാൻസിഷൻ ഫ്രം ദ പാലിയോലിത്തിക് ടു ദ നിയോലിത്തിക്. അതായത് പ്രാചീന ശിലായുഗത്തിൽ നിന്നും നവീന ശിലായുഗത്തിലേക്കുള്ള പരിവർത്തനത്തിൻ്റെ കാലഘട്ടമാണ് മധ്യശിലായുഗം. വല്ലതും മനസ്സിലായോ? ഇല്ല. പാലിയോലിത്തിക് ഏജ് എന്ന് പറയുന്നതാണല്ലോ ഈ പ്രാചീന ശിലായുഗം, അതായത് റഫ് സ്റ്റോൺസ് ഒക്കെ നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരുന്ന കാലം. അപ്പം അതിനുശേഷം വരുന്ന 2 ശിലായുഗങ്ങളുണ്ട്. ഏതൊക്കെയാണ്? മെസോലിത്തിക്കും നിയോലിത്തിക്കും. അപ്പോൾ ഈ മെസോലിത്തിക് എന്ന് പറയുന്ന ഈ ഏജിലൂടെയാണ് ഈ പാലിയോലിത്തിക് ഏജിൽ നിന്ന് പുതിയ നിയോലിത്തിക് ഏജിലേക്ക് പോകുന്നത്. അതായത് സ്റ്റോൺ ഏജിൻ്റെ 2ാമത്തെ സ്റ്റേജിലേക്ക് നമ്മൾ പോവുകയാണ്. അപ്പോൾ പാലിയോലിത്തിക് ഏജിൽ നിന്നും നിയോലിത്തിക് ഏജിലേക്ക് പോകുമ്പോൾ ആ ഒരു പരിവർത്തന കാലഘട്ടമാണ് എന്ത്? മധ്യശിലായുഗം അഥവാ മെസോലിത്തിക് ഏജ്. മെസോസ് എന്താണ്? മെസോസ് മദ്യം, ലിത്തോസ് ശില. ഈ 2 മെസോസ് എന്ന് പറയുന്ന ഗ്രീക്ക് പദത്തിൽ നിന്നും ലിത്തോസ് എന്ന് പറയുന്ന ഗ്രീക്ക് പദത്തിൽ നിന്നുമാണ് മെസോലിത്തിക് എന്ന ഈ ഒറ്റപ്പദം ഉടലെടുത്തത്. ഓക്കെ, ലുക്ക് അറ്റ് ദ ഗിവൺ പിക്ചർ. എക്സാമിൻ ദ ഡിഫറൻസ് ബിറ്റ്വീൻ പാലിയോലിത്തിക് ടൂൾസ് ആൻഡ് മെസോലിത്തിക് ടൂൾസ്. അതായത് 2 തരത്തിലുള്ള ശിലകൾ അവിടെ തന്നിട്ടുണ്ട്. അതായത് മധ്യകാല ശിലായുഗത്തിലെ ഉപകരണങ്ങൾ തന്നിട്ടുണ്ട്. ഇതിൽ പാലിയോലിത്തിക് ഏജിലെ ഉപകരണം ഏതാണ്, മെസോലിത്തിക് ഏജിലെ ഉപകരണം ഏതാണെന്ന് കണ്ടുപിടിക്കാൻ. അത് കണ്ടുപിടിക്കണമെങ്കിൽ എന്താണ് മെസോലിത്തിക് ഏജിലെ ഉപകരണത്തിൻ്റെ പ്രത്യേകത എന്ന് മനസ്സിലാക്കണ്ടേ? ഒന്ന് നോക്കിക്കേ താഴേക്ക്. ദീസ് ആർ സ്മോളർ ടൂൾസ് ദാൻ ദ വൺസ് യൂസ്ഡ് ഇൻ ദി പാലിയോലിത്തിക് ഏജ്. 1ാമത്തെ പ്രത്യേകത കിട്ടി. ഈ പ്രാചീന ശിലായുഗത്തിൽ ഉപയോഗിച്ചിരുന്നവയേക്കാൾ ചെറിയ ഉപകരണങ്ങളാണ് മെസോലിത്തിക് ഏജിൽ ആളുകൾ ഉപയോഗിച്ചിരുന്നത്, ഈ അല്ലെങ്കിൽ ഹ്യൂമൻസ് ഉപയോഗിച്ചിരുന്നത്. കാരണം പാലിയോലിത്തിക് ഏജിൽ നമ്മൾ റഫ് സ്റ്റോൺസ് എടുക്കുന്നു, എറിയുന്നു, അല്ലേ? അവിടെ ഷാർപ്പാക്കാനോ അത് ഉരുക്കി മിനുക്കാനോ ഒന്നും സമയമില്ല. പക്ഷേ മെസോലിത്തിക് ഏജിലേക്ക് വന്നപ്പോഴേക്കും എന്ത് ചെയ്യാൻ തുടങ്ങി? ഈ വലിപ്പം അവർ കുറച്ച് ഉപയോഗിക്കാൻ തുടങ്ങി. മനസ്സിലായോ? വലിപ്പത്തിൻ്റെ സൈസ് കുറഞ്ഞു എന്നർത്ഥം. നെക്സ്റ്റ്, ദിസ് ഈസ് ദ പീരീഡ് വെൻ മൈക്രോലിത്തോസ്, അതായത് വെരി സ്മോൾ ടൂൾസ് വെയർ യൂസ്ഡ്. അതായത് ഇതാണ് മൈക്രോലിത്തോസ് എന്ന് പറഞ്ഞാൽ ചെറിയ കല്ലുകൾ, അല്ലേ? സൂക്ഷ്മശിലകൾ എന്ന് വിളിക്കുന്ന കല്ലുപകരണങ്ങൾ ഉപയോഗിച്ചിരുന്ന കാലമാണ് മെസോലിത്തിക് ഏജ്. അതായത് മൈക്രോലിത്സ്, ചെറിയ ചെറിയ കല്ലുകൾ. അതായത് അവർക്ക് മനസ്സിലാവാണ് ഈ ചെറിയ കല്ലെറിഞ്ഞാൽ മതി ഇന്ന കാര്യത്തിന്. മറ്റത് അങ്ങനെയല്ല, കൈ കിട്ടുന്ന എന്താണോ അത് വെച്ച് എറിഞ്ഞ് അവരെ ഹണ്ട് ചെയ്യുക ചെയ്യുന്നത്. മനസ്സിലായോ? It has already been mentioned that the development of human communication began towards the end of the Paleolithic period. അതായത് ആദിമ മനുഷ്യരുടെ ആശയവിനിമയത്തിൻ്റെ വികാസം, അതായത് അവർ പരസ്പരം ആശയവിനിമയം കമ്മ്യൂണിക്കേഷൻ ചെയ്യാൻ തുടങ്ങിയത് തന്നെ ഈ പാലിയോലിത്തിക് ഏജിൻ്റെ അവസാനത്തെ പീരീഡിലാണ്. ഏറ്റവും അവസാനത്തെ പീരീഡ്, അതായത് അവസാന പീരീഡ് എന്ന് പറയുമ്പോൾ ഏകദേശം മെസോലിത്തിക് പീരീഡിൻ്റെ ആദ്യ കാലഘട്ടമാണ്. But in India, this development is mainly seen during the Mesolithic
ഏജ്, അതായത് ഇന്ത്യയിൽ പ്രധാനമായിട്ടും ഈ മധ്യകാല ശിലായുഗത്തിലാണ് ഏറ്റവും കൂടുതൽ വികാസമുണ്ടായതെന്ന് പറയാൻ സാധിക്കും. ദ വേർഡ്സ് ഓഫ് ആർട്ട് ഇൻ ദി കേവ് സെൻറ്റേഴ്സ് ഓഫ് ഭിംബെത്ക, ലെഗ്ജാവോർ, കഥോഡിയ ഇൻ മധ്യപ്രദേശ് ഹെൽപ്പ് us അണ്ടർസ്റ്റാൻഡ് ദ വേസ് ഓഫ് ലൈഫ് ഓഫ് ഹ്യൂമൻ ഡ്യൂറിങ് ദറ്റ് പീരീഡ്. അതായത് മധ്യപ്രദേശിലെ ഭിംബെത്ക, ലെഗ്ജാവോർ, കഥോഡിയ ഏതൊക്കെയാണ്? ഭിംബെത്ക, കൂടെ പറഞ്ഞേ, ഭിംബെത്ക, ലെഗ്ജാവോർ, ലഖ്ജാവോർ, ലഖ്ജാവോർ, പിന്നെ കഥോഡിയ, കഥോഡിയ, കഥോഡിയ. ഇതൊക്കെ എവിടെയുള്ളതാണ്? മധ്യപ്രദേശിലെ ഭിംബെത്ക, മധ്യപ്രദേശിലെ ലെഗ്ജാവോർ, മധ്യപ്രദേശിലെ കഥോഡിയ എന്നീ ഗുഹാകേന്ദ്രങ്ങളിലെ കലാസൃഷ്ടികൾ, അവരുടെ കലാസൃഷ്ടികൾ ഈ ആദ്യ മനുഷ്യൻ്റെ ജീവിത രീതികൾ മനസ്സിലാക്കാൻ നമ്മളെ സഹായിക്കും. നെക്സ്റ്റ് പേജ് എടുക്കുക, പേജ് നമ്പർ 15. The ways of life of Mesolithic human can be understood from these pictures. The characteristics of this period are given below. ഇനി നമ്മൾ പാലിയോലിത്തിക് ഏജ് പഠിച്ചതുപോലെ തന്നെ മെസോലിത്തിക് ഏജിൻ്റെ പ്രധാനപ്പെട്ട ഫീച്ചേഴ്സാണ് പറയാൻ പോകുന്നത്. യൂസ് ഓഫ് മൈക്രോലിത്തോസ് ഓർ വെരി സ്മോൾ സ്റ്റോൺ ടൂൾസ്, അതായത് മൈക്രോലിത്തുകൾ എന്നറിയപ്പെടുന്ന അല്ലേ സൂക്ഷ്മ കല്ലുകളുടെ ഉപയോഗം ഏത് സമയത്താണ് ഉണ്ടായത്? മെസോലിത്തിക് ഏജിലാണ്. അടുത്തത്, എപ്പാർട്ട് ഫ്രം ഹണ്ടിങ് ആൻഡ് ഗ്യാതറിങ്, ഫിഷിംഗ് ഓൾസോ ബിക്കം എ മീൻസ് ഓഫ് ലൈവ്ലിഹുഡ്. ഇപ്പോൾ വേട്ടയാടലിനും ശേഖരണത്തിനൊക്കെ പുറമെ മെസോലിത്തിക് ഏജ് ആയപ്പോഴേക്കും മീൻപിടുത്തവും കൂടി അവരുടെ ഉപജീവന മാർഗമാക്കി. മൂന്നാമത്തത്, ഇൻഡിക്കേഷൻസ് ഓഫ് ഡൊമസ്റ്റിക്കേഷൻ ഓഫ് ആനിമൽസ്, അതായത് മൃഗങ്ങളെ സ്നേഹിച്ച് അവയെ ഇണക്കി വളർത്താനായിട്ട് തുടങ്ങി. അടുത്തത്, അമ്യൂസ്മെൻറ്റ്സ്, എന്താണ്? അവർ വിനോദങ്ങളിൽ ഏർപ്പെട്ടിരുന്നു. ദെൻ ഡിവിഷൻ ഓഫ് ലേബർ ബേസ്ഡ് ഓൺ ജെൻഡർ, ലിംഗാടിസ്ഥാനത്തിലുള്ള തൊഴിൽ വിഭജനം, അതായത് പുരുഷൻ ഇന്ന ജോലി, സ്ത്രീക്ക് ഇന്ന ജോലി, അങ്ങനെ ലിംഗാടിസ്ഥാനത്തിൽ തൊഴിൽ വിഭജനം ചെയ്തിരുന്നു. അപ്പോൾ എന്തൊക്കെയാണ് ചെയ്തിരുന്നത്? മൈക്രോലിത്സ് അഥവാ സൂക്ഷ്മകല്ലുകൾ ഉപയോഗിച്ചിരുന്നു. ഹണ്ടിങ്ങിനും ഗ്യാതറിങ്ങിനും പുറമെ ഫിഷിങ്ങും കൂടി അവർ ഉപജീവന മാർഗമാക്കി. പിന്നെയോ മൃഗങ്ങളെ ഇണക്കി വളർത്താൻ തുടങ്ങി. അമ്യൂസ്മെൻറ്റ്സ്, വിനോദങ്ങളിൽ ഏർപ്പെടാൻ തുടങ്ങി. ജെൻഡറിൻ്റെ അടിസ്ഥാനത്തിൽ ജോലി ഡിവൈഡ് ചെയ്യാൻ തുടങ്ങി. അടുത്തത് നോക്കുക, ഏതൊക്കെയാണ് മെസോലിത്തിക് പ്രധാനപ്പെട്ട മെസോലിത്തിക് സെൻറ്റേഴ്സാണ് കേട്ടോ. സ്റ്റാർകാർ, എവിടെയാണ് സ്റ്റാർകാർ? ഇംഗ്ലണ്ടിലാണ്. ദെൻ ഫാഹിയാൻ കേവ്, ഫാഹിയാൻ ഗുഹ ശ്രീലങ്കയിലാണ്. ദെൻ സരൈ നഹർ റായ്, സരൈ നഹർ റായ് എവിടെയാണ്? ഇന്ത്യയിലെ ഉത്തർപ്രദേശിലാണ്. അപ്പോൾ ആ ബോക്സ് ഒന്ന് പഠിക്കാനായിട്ട് ശ്രദ്ധിക്കുക. സ്റ്റാർകാർ ഒന്ന് നോക്കാം. സ്റ്റാർകാർ, ദ മെസോലിത്തിക് സൈറ്റ് ഇൻ യൂറോപ്പ്, യൂറോപ്പിലെ മധ്യശിലായുഗ കേന്ദ്രമാണ് സ്റ്റാർകാർ. എവിടെയാണ്? ഇംഗ്ലണ്ടിലാണ്. ഇറ്റ് ഈസ് എ മെസോലിത്തിക് ഓപ്പൺ എയർ സെറ്റിൽമെൻറ്റ് ഇൻ നോർത്ത് ഈസ്റ്റ് ഇംഗ്ലണ്ട്, അതായത് വടക്ക് കിഴക്കൻ ഇംഗ്ലണ്ടിൽ കണ്ടെത്തിയ മെസോലിത്തിക് ഏജിൻ്റെ ഒരു തുറസായ അധിവാസ കേന്ദ്രമാണ് ഇത്. ദ മെയിൻ അട്രാക്ഷൻ ഓഫ് ദിസ് സൈറ്റ് ഈസ് ദ പ്രസൻസ് ഓഫ് ഓർഗാനിക് റിമെയിൻസ്, അതായത് ജൈവ അവശിഷ്ടങ്ങളുടെ സാന്നിധ്യം അവിടെയുണ്ട്. അതാണ് ഇവിടുത്തെ പ്രധാനപ്പെട്ട കേന്ദ്രത്തിൻ്റെ സവിശേഷത എന്ന് പറയുന്നത്. ടൂൾസ് മെയ്ഡ് ഓഫ് സ്റ്റോൺ ആൻഡ് ബോൺ വെയർ ഫൗണ്ട് ഹിയർ, അതായത് ശിലകൾ, കല്ലുകൊണ്ടും അസ്ഥി കൊണ്ടും നിർമ്മിച്ച പല പല ഉപകരണങ്ങളും ഇവിടെ കണ്ടെത്തിയിട്ടുണ്ട്. എവിഡൻസസ് ഓഫ് ഏർലി കാർപ്പൻട്രി ഹാവ് ഓൾസോ ബീൻ ഫൗണ്ട് ഹിയർ, അതായത് ആദ്യകാലത്ത് മരപ്പണികൾ നടന്നിരുന്നു എന്നുള്ളതിൻ്റെ തെളിവും ഇവിടെ നിന്ന് ലഭിച്ചിട്ടുണ്ട്. ഇറ്റ് ഈസ് ബിലീവ്ഡ് ദാറ്റ് ഏർലി ഹ്യൂമൻസ് യൂസ് ദിസ് ഏരിയ ആസ് ടെമ്പററി സെറ്റിൽമെൻറ്റ്, അതായത് ഒരു താൽക്കാലികമായിട്ട് അവർ താമസിക്കാനായിട്ട് അവരുടെ വാസസ്ഥലമായിട്ട് ഈ പ്രദേശം ഉപയോഗിച്ചിരുന്നു എന്നതാണ് സ്റ്റാർകാറിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അപ്പോൾ ഈ ചിത്രമൊക്കെ യൂട്യൂബിലോ അല്ലെങ്കിൽ ഗൂഗിളിൽ ഇമേജ് ചെയ്ത് കൊടുത്താൽ കുറച്ചുകൂടെ വലുതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും കേട്ടോ.
നമ്മൾ കണ്ടുപഠിക്കുന്ന എന്തിനാ? പെട്ടെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയാണ്, മറന്നു പോകാതിരിക്കാൻ വേണ്ടിയാണ്. അപ്പോൾ ഈ പ്രദേശങ്ങൾ ഇപ്പോൾ സ്റ്റാർ കാർ ഒന്ന് അടിച്ചു കൊടുക്കുക നെറ്റിൽ. അപ്പോൾ അവിടെ ഇംഗ്ലണ്ട് വരും. അപ്പോൾ സ്റ്റാർ കാറിൻ്റെ പ്രത്യേകത ഒന്ന് നിങ്ങൾ പഠിക്കുക, ഒന്ന് നോക്കി വയ്ക്കുക. ഫാഹിയാൻ ഗുഹയും ഇതുപോലെ നെറ്റിലൊന്ന് അടിച്ച് നോക്കി. അപ്പോൾ ഫാഹിയാൻ കേവ് നിങ്ങളുടെ മനസ്സിൽ ഓർക്കും, ശ്രീലങ്കയിലാണെന്നുള്ളതും ഓർക്കും. അപ്പോൾ പരമാവധി ഇമേജസ് കണ്ടുപഠിക്കാൻ ശ്രമിക്കുക കേട്ടോ. അതോടൊപ്പം തന്നെ ഫോൺ യൂസ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുക, അത്യാവശ്യമുള്ള കാര്യങ്ങൾ മാത്രം കാണുക. നമ്മുടെ ആവശ്യം കഴിഞ്ഞാൽ അത് പാരൻസിനെ തിരിച്ചേൽപ്പിക്കുകയും ചെയ്യുക. ഓക്കെ, മെസോലിത്തിക് ഏജിൻ്റെ ഫീച്ചേഴ്സ് മനസ്സിലായല്ലോ. അപ്പോൾ അടുത്ത പേജ് എടുക്കുക, പേജ് നമ്പർ 16. സരൈ നഹറായ്, എ മെസോലിത്തിക് സൈറ്റ് ഇൻ ഇന്ത്യ. ഇന്ത്യയിലെ ഒരു മധ്യശിലായുഗ കേന്ദ്രമാണ് സരൈ നഹറായ്. Sarai Nahar Rai is located on the banks of the Oxbow Lake in the പ്രതാപ് നഗർ ഡിസ്ട്രിക്ട് ഇൻ ഉത്തർപ്രദേശ്. അതായത് ഉത്തർപ്രദേശിലെ പ്രതാപ് നഗർ ജില്ലയിലെ ഓക്സ്ബോ തടാകക്കരയിലാണ് ഈ സരൈ നഹറായ് സ്ഥിതി ചെയ്യുന്നത്. മെസോലിത്തിക്സിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട മൈക്രോലിത്തുകൾ, അതായത് ചെറിയ കല്ലുകൾ ഉപയോഗിച്ചിരുന്നു എന്ന് പറഞ്ഞിരുന്നല്ലോ, ആ സവിശേഷതയും ഈ പ്രദേശത്ത് നിന്ന് കണ്ടെടുത്തിട്ടുണ്ട്. The tall human bones found here are significant archaeological evidences. അതായത് ഇവിടെ നിന്ന് ലഭിച്ച ഉയരമുള്ള മനുഷ്യരുടെ അസ്ഥികൾ വളരെ പ്രധാനപ്പെട്ട ഒരു പുരാവസ്തു തെളിവും കൂടി ആണ്. The height of men is 180 centimeter and that of women is 170 centimeter. 180 സെൻറ്റിമീറ്റർ ഉയരമാണ് പുരുഷന്മാർ അയലുകളിൽ നിന്ന് കണ്ടെത്തിയത്. ദെൻ സ്ത്രീകളുടെ ഉയരം ഏകദേശം 170 സെൻറ്റിമീറ്ററുമാണ്. ഇറ്റ് ഈസ് ബിലീവ്ഡ് ദാറ്റ് ബോസ് ആൻഡ് ആരോസ് വെർ യൂസ്ഡ് ഫോർ ഹണ്ടിങ്. അവർ വേട്ടയാടലിന് അമ്പും വില്ലും ഉപയോഗിച്ചിരുന്നതായിട്ടും കരുതപ്പെടുന്നു. പിന്നെയോ, ദർ ഈസ് എവിഡൻസ് ടു ഷോ ദാറ്റ് സീഡ്സ് വെയർ കളക്റ്റഡ് ആൻഡ് സ്റ്റോർഡ് ആൻഡ് ആനിമൽസ് ഹൈഡ് വാസ് യൂസ്ഡ് ആസ് ക്ലോത്തിങ്. അതായത് വിത്തുകൾ ശേഖരിക്കുകയും അത് സംഭരിച്ചു വയ്ക്കുകയും ചെയ്തിരുന്നതായിട്ട് കാണുന്നു. പിന്നെയോ, മൃഗത്തിൻ്റെ തോലുകൾ വസ്ത്രങ്ങളായി ഉപയോഗിച്ചിരുന്നതായിട്ടും ഈ സരൈ നഹറായ് നിന്ന് കണ്ടെടുത്തിട്ടുണ്ട്. ജസ്റ്റ് നിങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടിയാണ് കേട്ടോ പറഞ്ഞത്. ഇന്ന് ഇത്രയും പോരെ, ഇന്ന് ഇത്രയും മതി. പേജ് നമ്പർ 16 മെസോലിത്തിക് ഏജ് വരെ നമ്മൾ തീർത്തിട്ടുണ്ട്. ഒരു കാര്യം ശ്രദ്ധിക്കണേ, ക്ലാസ് കണ്ടുകഴിയുമ്പോൾ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. ക്ലാസ് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.